ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റിയാണ്. അതായത് നമ്മൾ പഴയ പാട്ടുകളിലൊക്കെ കേട്ടിട്ടില്ലേ, കൽപ്പാന്തകാലത്തോളം. എന്താണ് കൽപ്പാന്തകാലം? അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കാലത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സമയമാണ്. അപ്പോൾ നമ്മൾ സമയത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ നിന്ന് തുടങ്ങുമ്പോഴത്തേക്ക് ഒരു വിനാഴികയും ഒരു നാഴികയും അങ്ങനെയാണ്. ഒരു വിനാഴിക എന്ന് പറയുന്നത് 24 നിമിഷം. ഒരു നാഴിക എന്ന് പറയുന്നത് 60 വിനാഴികയാണ്. അതായത് വിനാഴിക നാഴികയും തിരിഞ്ഞു പോകില്ല. അടുത്ത ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 2.5 നാഴികയാണ്. ഒരു മണിക്കൂർ 2.5 നാഴിക. അടുത്ത ഒരു യാമം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂർ. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു ആഴ്ച എന്ന് പറയുന്നത് 7 ദിവസമാണ്. ഒരു പക്ഷം എന്ന് പറയുന്നത് 15 ദിവസമാണ്. അതായത് ഒരു മാസത്തിൻ്റെ പകുതി. അടുത്ത ഒരു മാസം എന്ന് പറയുന്നത് 30 ദിവസം നമുക്കറിയാം. ഒരു മാസത്തിൻ്റെ പകുതി ഒരു പക്ഷം എന്നാണ് പറയുന്നത്. ഒരു ഋതു എന്ന് പറയുന്നത് 2 മാസം. നമ്മൾ പണ്ട് പാട്ടിലൊക്കെ കേട്ടില്ലേ, ഋതുക്കൾ മാറി വരുന്നത്. ഒരു ഋതു 2 മാസം. ഒരു അയനം എന്ന് പറയുന്നത് 3 ഋതുക്കൾ ചേർന്നതാണ് ഒരു അയനം. ഒരു വർഷം എന്ന് പറയുന്നത് 2 അയനം. അപ്പോൾ ഒരു അയനം എന്ന് പറഞ്ഞാൽ 3 ഋതു, അതായത് 6 മാസം. ഒരു വർഷം 2 അയനം. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ. അതായത് ഒരു ഋതു 2 മാസം, ഒരു അയനം 3 ഋതു, ഒരു വർഷം 2 അയനം. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എത്ര വർഷങ്ങൾ ചേർന്നാണ് ഒരു യുഗം ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അതായത് യുഗങ്ങൾ 4 ഉള്ളത്. നമുക്കറിയാവുന്ന 4 യുഗം. അത് ഏതൊക്കെയാണ്? എല്ലാവർക്കും അറിയാമായിരിക്കും. അതായത് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇങ്ങനെ 4 യുഗങ്ങളാണ് ഉള്ളത്. അതിൽ കൃതയുഗത്തിൽ 17,28,000 വർഷമാണ് കൃതയുഗത്തിലുള്ളത്. അത് ത്രേതായുഗം വരുമ്പോഴത്തേക്കും 12,96,000 വർഷം വരും. ത്രേതായുഗത്തിൽ 12,96,000 വർഷം വരും. അടുത്ത ദ്വാപരയുഗം. ദ്വാപരയുഗത്തിൽ 8,64,000 വർഷമുണ്ട്. 8,64,000. അടുത്ത കലിയുഗം വന്നിട്ട് 4,32,000 വർഷങ്ങളാണ് കലിയുഗത്തിലുള്ളത്. ഓക്കെ, ഇങ്ങനെയുള്ള 4 യുഗങ്ങൾ ചേർന്നാണ് ഒരു ചതുർയുഗം വരുന്നത്. അതായത് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇങ്ങനെയുള്ള 4 യുഗങ്ങൾ ചേർന്നാണ് ഒരു ചതുർയുഗം ഉണ്ടാകുന്നത്. അതിൽ 71 ചതുർയുഗം ചേർന്നാണ് ഒരു മന്വന്തരം എന്ന് പറയുന്നത്. 14 മന്വന്തരം ചേർന്നാണ് ഒരു കൽപ്പം. ഇത് കൽപ്പമാണ്, ഒരു കൽപ്പം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു കൽപ്പം. ഇതാണ് ഒരു കൽപ്പാന്തകാലം എന്ന് പറയുന്നത്. അതായത് ഇതിനെ വർഷങ്ങളാക്കി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 യുഗങ്ങളിൽ കൂടെ ചേർന്ന് 4,32,00,000 വർഷം വരും. അതായത് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗത്തിലെ വർഷങ്ങൾ എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 4,32,00,000 ഇൻറ്റു ഈ 70 ചതുർയുഗം. അതായത് 4 യുഗങ്ങൾ ചേർന്ന് ഒരു ചതുർയുഗം. അപ്പം 71 ചതുർയുഗം ചേർന്നാൽ ഒരു മന്വന്തരം എന്ന് പറയുന്നത്. അപ്പം ഈ 4 യുഗങ്ങൾ ചേർന്ന് 4,32,00,000 ഇൻറ്റു 71 ചതുർയുഗം ഇൻറ്റു 14 മന്വന്തരം. അങ്ങനെയാണ് വരുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ 4 യുഗം എന്ന് പറയുന്നത് ഒരു ചതുർയുഗം, 71 ചതുർയുഗം എന്ന് പറയുന്നത് ഒരു മന്വന്തരം, 14 മന്വന്തരം എന്ന് പറയുന്നത് ഒരു കൽപ്പം. ഇതാണ് കൽപ്പാന്തകാലം. അതായത് വർഷങ്ങളാക്കി പറഞ്ഞാൽ 4,32,00,000 ഇൻറ്റു 71 ചതുർയുഗം ഇൻറ്റു 14 മന്വന്തരം സമം 429,40,80,000 വർഷങ്ങളാണ് ഒരു കൽപ്പാന്തകാലത്തിലുള്ളത്. ഓക്കെ, ഇപ്പം ഇത് മനസ്സിലായല്ലോ. അപ്പം
അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.